ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ പലതവണയായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം നിങ്ങൾ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. എന്നാലും അവർ വീണ്ടും പരിശ്രമിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സ് നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ തോറ്റുപോയിട്ടുണ്ട്. നിങ്ങളെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്തിട്ട് ഇന്ന ദിവസം നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, മെസ്സേജ് ചെയ്തിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ അവർക്കത് സാധിച്ചിട്ടില്ല. അവർ അത് ട്രൈ ചെയ്യാതെയല്ല, പരിശ്രമിക്കാതെയല്ല, പല സന്ദർഭങ്ങളിലായിട്ട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, ബ്ലോക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അവർ പരിശ്രമിക്കുകയാണെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ അവർക്ക് വേണ്ടപ്പെട്ട ആരോടോ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സപ്പോർട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളെ കാണുവാനായിട്ട് ഒരു അവസരം ഒരുക്കാനായിട്ട് അവർക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യക്തികളായിട്ടൊക്കെ അവർക്കൊരു സപ്പോർട്ടിനാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് താല്പര്യമുള്ള, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവർക്ക് അനുയോജ്യമായ സമയത്ത് അവർക്കൊരു ആവശ്യം വരുമ്പോൾ അവരെത്ര പേരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ അവരെ സഹായിക്കാതെ പോവില്ല. അത് യൂണിവേഴ്സ് ഇടപെട്ടുകൊണ്ട് അവരെ സഹായിക്കും. അപ്പോൾ മറ്റുള്ളവരാൽ സഹായിക്കപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ആ വ്യക്തികൾ നിങ്ങളെ കാണുവാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കാണണം, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു സപ്പോർട്ട് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ കാണുവാനായിട്ട് ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അധികം താമസിയാതെ നിങ്ങളെ കാണും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻസ് കാർഡാണ്. ഉറച്ച നിലപാടുള്ള, ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. കിങ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ തീരുമാനം എടുക്കാന്ന് പറയുക. ആ വരായികകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വരും, എന്തൊക്കെ വരില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ച നിലപാടോട് കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ കാർഡ്സ് നോക്കിയാൽ അറിയാം, അത്രമാത്രം അവർ ഉറച്ച നിലപാടോട് കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെന്ന സ്നേഹത്തിലേക്ക് വരുവാൻ, നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. കാരണം അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് സംഭവിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്, സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. എങ്കിലും നിങ്ങൾ കരുതുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ എൻഡായി പോകുന്ന ഒന്നല്ല. ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റീബർത്തും ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എവിടെ ഈ കാര്യം എൻഡായിന്ന് വിചാരിച്ചോ അവിടെ നിന്ന് പുതിയൊരു റീബർത്താണ് കാണാൻ പോകുന്നത്, ഒരു പുതുജന്മം. നിങ്ങൾ പഴയതിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കാൻ പോകുന്നു. നിങ്ങളെ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ എത്ര കണ്ട് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഈ സെപ്പറേഷനാണ് അവർക്ക് നിങ്ങളെന്ന പ്രണയത്തെ, നിങ്ങളെന്ന സ്നേഹത്തെ ഒത്തിരി മനസ്സിലാക്കി കൊടുത്തത്. നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങളിലേക്ക് വരാതെ അവരെവിടെയും പോവില്ല. ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാകാൻ പോകുന്നത് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇവിടെ നെക്സ്റ്റ് കടന്ന് പറയുന്നത് 8 ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് യൂണിവേഴ്സ് പറയാണ്. കാരണം നിങ്ങൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു. ആ കഴിവുകളെ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ സെപ്പറേഷൻ ആണ്, അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്, നിങ്ങളുടെ കരിയറിനാണ്, നിങ്ങളുടെ ബെറ്റർ ലൈഫിനാണ്, ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കി കാണുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു സോൾ പർപ്പസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു സോൾ പർപ്പസിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ നയിച്ചു പോകുന്നത്, നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരെ പ്രണയിക്കുന്ന സന്ദർഭത്തിൽ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സെപ്പറേഷനാണ് നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നത്, നിങ്ങളുടെ കഴിവിനെ ഉണർത്തിയത്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്.
അപ്പോൾ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഉണർത്തുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാൻസിനോട്, പാട്ടിനോട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിനോടൊക്കെ ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അത് പഠിക്കാനായിട്ട്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആയി പോവുക അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരു കാര്യമല്ല, അത് യൂണിവേഴ്സ് തന്നെ ബ്ലെസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജന്മ ഉദ്ദേശത്തിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് നയിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? 6 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങൾ നിങ്ങളുടെ ജന്മ ഉദ്ദേശത്തിലേക്ക്, നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങൾ നയിച്ചു കൊണ്ടുപോകുമ്പോൾ, നീങ്ങിക്കൊണ്ടു പോകുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ്. എന്താ അറിയോ, നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സക്സസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അച്ചീവ്മെന്റിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരു കംപ്ലീഷനിൽ എത്തിയിട്ടുണ്ടായില്ല, എവിടെയൊക്കെ ഒരു പൂർണ്ണതയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, പ്രപഞ്ചത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് എൻ്റെ ജന്മ ഉദ്ദേശമെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി അല്ലേ. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സക്സസ് ആണ്, വിക്ടറി ആണ്. നിങ്ങളിപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പയർ പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളെ കണ്ടുകൊണ്ട് കുറേ പേർക്ക് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അവരെ കണ്ടു പഠിക്കൂ എന്ന് പലരും പതുക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആവാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. വളരെയേറെ തളർന്നിരുന്ന വ്യക്തിയാണല്ലോ, എന്താ പറ്റി അവർക്ക്? വളരെ ഇൻസ്പയർ ആയിട്ട് തോന്നുകയാണ് ഇപ്പോൾ അവരെ കാണുമ്പോൾ, അവരെ ഫേസ് കാണുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ട് തോന്നുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടാവാം. അത് യൂണിവേഴ്സിൻ്റെ ഒരു ജന്മ ഉദ്ദേശമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങൾക്ക് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് ഈ 6 ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചതെന്നാണ് യൂണിവേഴ്സ് നെക്സ്റ്റ് കാർഡിലൂടെ പറയുന്നത്, 7 ഓഫ് വാൻസ് കാർഡിലൂടെ. എന്താണ് നിങ്ങളിലേക്ക് വന്ന മാറ്റം? നിങ്ങളെന്ന വ്യക്തി നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു തുടങ്ങി, സെൽഫ് ലവ് ചെയ്തു തുടങ്ങി, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി, നിങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി. നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണെന്ന് പഠിച്ചു തുടങ്ങി. ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങി. മെഡിറ്റേഷനും മാനിഫെസ്റ്റും ചെയ്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വന്ന മാറ്റമാണ് നിങ്ങളിലേക്കുള്ള ബ്ലെസ്സിങ്സ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണും അവിടെ ഹീലായി തുടങ്ങിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് എക്സ്പ്രഷനെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ, നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ പോവുകയാണ്. കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എൻഡായി പോയ കാര്യമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു നീതി തരാൻ പോകുന്നു. ഇവിടെ അവരുടെ ഒരു ഭാഗത്ത് അവരുടേതായ കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, മറുഭാഗത്ത് നിങ്ങളാണ്. അപ്പോൾ രണ്ടിനെയും ഒരുപോലെ ഒരു ബാലൻസിൽ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെയും അവരുടേതായ കാര്യങ്ങളെയും അവർ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉറച്ച നിലപാടെടുത്തതായി തന്നെയാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അക്യുറേറ്റ് റീഡിംഗ് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വരും, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ സ്വന്തം നിംസ്.